ഹലോ അസ്സാം വലൈക്കും എന്ത് പിന്നെ എല്ലാവരും എങ്ങനെയുള്ള റാത്തൻ പേരിക്കും ഞാനും റാത്തുല്ല അൽഹംദുലില്ല കുറേ നാളായിട്ട് ನಾನು വീഡിയോ ഇട്ടിട്ട് నాకు ചെറുപെരുന്നാൾ പിന്നെ സമ വീഡിയോസ് ಎಲ್ಲ ಇಡೋಗಾಯ್ತಲ್ಲ ಅಂತ ಸೊ ഇവിടെ മക്കൾക്ക് എക്സാമും പിന്നെ അതിൽ പിന്നെ ഇപ്പെല്ലാം ഇത് എക്സാം ಎಲ್ಲ ಆಯ್ತಿದ್ದು ഇവിടെ പിന്നെ വെക്കേഷൻ ಎಲ್ಲ ಸ್ಟಾರ್ಟ್ ಆಯ್ತು ಇನಿപ്പോൾ ನಂಗೆ ರಾಯ್ತು ಪೋನಿಗೆ ಬರ್ತಾಯಿರಾ ಅದರೆಲ್ಲ ಇದೆಲ್ಲೈತೆ నాకు വീഡിയോ എടുക്കുകയും ഇടുകയും ಎಲ್ಲ ആയിട്ടില്ല ಅಂತ ഇനിയിപ്പോൾ കുറേ നാൾ വീഡിയോ ഇക്കല്ല അൻപേരിക്കില്ല ರಾಯ್ತು പോയെങ്കിൽ నాకు സമ്മ വീഡിയോസ് എടുക്കുകയെല്ലാം ടൈം കിട്ടില്ല ഇടുകയും എടുക്കുകയും ಎಲ್ಲ അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ബലിപെരുന്നാൾ ಬಂತಲ್ಲ അപ്പോൾ ബലിപെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി നോക്കണം ഞങ്ങൾക്ക് അപ്പോൾ ബിരിയാണി ചൊന്നെങ്കിൽ ഇത് യമനി സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി സുർബിയൻ റൈസ് അതല്ലെങ്കിൽ സുർബിയൻ ബിരിയാണി അപ്പോൾ ഇത് ഞങ്ങൾ സാധാ ബിരിയാണി ഞങ്ങൾ ഇപ്പോൾ റായത്തൽ ബിരിയാണി ആക്കറല്ലേ സാധാ ഇപ്പോൾ കേരള ബിരിയാണി അതല്ലെങ്കിൽ മാംഗ്ലൂർ ബിരിയാണി അങ്ങനത്തെ ആ ടേസ്റ്റ് അല്ല പിന്നെ മന്ദിര ടേസ്റ്റും അല്ല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് ಹಾಕೋಗೂ ಈಸಿ ಇದೆ അപ്പോൾ പെരുന്നാൾಗೆಲ್ಲ നിങ്ങൾ ഇത് ಹಾಕಿ ನೋಕರು നിങ്ങൾക്ക് ಎಲ್ಲರಿಗೂ ಇಷ್ಟವು നല്ല ಟೇಸ್ಟ್ ಆಯ್ತಿಕ್ರೆ അപ്പോൾ ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തത് ಇದಕ್ಕೆ അപ്പോൾ ചിക്കൻ ഇതാ ഇങ്ങനെ ನಾನು ബിരിയാണിಗೆಲ್ಲ ഞങ്ങൾ കട്ടാക്കറല്ലേ അതുപോലെ കട്ടാക്കി എടുത്തത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞങ്ങൾ മന്തിಗೆಲ್ಲ കട്ടാക്കற പോലെ ചിക്കൻ വലിയ പീസാക്കി കട്ടാക്കറിങ് അതും ആവും ഇങ്ങനെ ആക്കുന്നത് നല്ല അപ്പോൾ ഇതിൽ 1 kg ചിക്കൻ ഉണ്ട് അതിൽ പിന്നെ ഇതാ ಇದಕ್ಕೆ വേണ്ടിയിട്ട് ഞാനിവിടെ 4 നീരുള്ളി കട്ടാക്കി വെച്ചേ അപ്പോൾ 4 നീരുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ വലിയ നീരുള്ളി ചുമ വലുതല്ല പിന്നെ ചുമ ചെറുതുമല്ല അപ്പോൾ ഈ ഒരു 1 kg ചിക്കനിಗೆ ഇത്ര നീരുള്ളി മതി ഇത് ഞങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കുക വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ಯಾರ ಚಿಕನ್ എടുക്കണമെന്നുണ്ടെങ്കിൽ നീരുള്ളി നിങ്ങൾ ಯಾರು എടുത്തിങ്ങೈತೆ അതിൽ പിന്നെ അരിതാ ഞാനിവിടെ നനച്ചിട്ടത് കലക്കിയിട്ട് ബസ്മതി അരി 4 കപ്പ് അരി എടുത്തേ അപ്പോൾ ഇത് നല്ല അരി നോക്കിയിട്ട് എടുക്കും ഞങ്ങൾ മന്തിയെല്ലാം എടുക്കറല്ലേ അതുപോലെ നല്ല അരി നോക്കിയിട്ട് എടുത്തെങ്കിട്ട് ഇത് ഒരു 1/2 ಗಂಟೆ നനച്ചിട്ടെങ്കിട്ട് അതിൽ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ പൊട്ടാറ്റോ വേണം അപ്പോൾ പൊട്ടാറ്റോ ഞാനിവിടെ 1.5 പൊട്ടാറ്റോ എടുത്തേ ഒരു വലിയ സൈസുള്ളതും പിന്നെ ഒരു ഹാഫ് അപ്പോൾ ചെറിയ പൊട്ടാറ്റോ വേണ്ടല്ലേ ഇടി ഇങ്ങനെ ചെറിയത് അതെനിക്കുണ്ടെങ്കിൽ അങ്ങനെ മേടി കട്ടാക്കണ്ട ഇട്ടെങ്കിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ വലിയ പീസാക്കി കട്ടാക്കണം ചെറുതാക്കണ്ട ഇത്ര പേന് പൊട്ടാറ്റോ കുറുടി ആക്കണ്ട ഇത്ര കട്ടി അപ്പോൾ ഇത് ഉടക്കട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾ നീരുള്ളി ഫ്രൈ ആക്കി എടുക്കാം ഞങ്ങൾ കട്ടാക്കി വെച്ച എല്ലാ നീരുള്ളി ഇതുപോലെ ഞങ്ങൾക്ക് ബിരിയാണിಗೆಲ್ಲ ഫ്രൈ ആക്കറല്ലേ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കരിപ്പട്ടണ്ട നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എടുത്തെങ്കിട്ട് ചുമ കരിപ്പട്ട ഞങ്ങൾ എടുത്തിൽ പിന്നെ ഉണ്ടാർക്ക വിടത് അതുകൊണ്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പോൾ എടുത്തെങ്കിട്ട് അപ്പോൾ ഇത് ആയിത്തോടെ ഇത് എടുக்கிறேன் ನಾನು കണ്ടല്ലേ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ എടുക്കണം ചുമ കരിപ്പട്ടണ്ട അപ്പോൾ ഇതേപോലെ എല്ലാ നീരുള്ളിയും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നീരുള്ളി എല്ലാം ഫ്രൈ ആക്കിയാൽ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഫ്രൈ ആക്കിയ നീരുള്ളി ഞങ്ങൾ അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാം ഇട്ടിട്ട് ഇറക്കിടല്ല തെല്ല് ബാക്കി വെച്ചിട്ട് ബാക്കി നീരുള്ളി ഞങ്ങൾ ഇത് ഇങ്ങനെ മിക്സി ജാർക്ക് ഇട്ട് കൊടുക്കറേ അപ്പോൾ വയ്ക്കുമ്പോൾ ഞങ്ങൾ തെല്ല് ചുമ കൊറടി ആക്കണ്ടതാ ഇത്ര നീരുള്ളി വെച്ചിട്ട് ഞങ്ങൾ ഇത് തെല്ല് യാറ ಬೇನು ഞങ്ങൾ ചോറ് മേൽക്ക് ഇടുവാനായിട്ട് ചുമ കൊറടി ಬೇಕಂಡ തെല്ല് ഇക്കട്ട് അതിൽ പിന്നെ ഇതാ നീരുള്ളി ഇട്ട് കൊടുത്താൽ 1 ടേബിൾ സ്പൂണ് കൊത്തമ്പരി പൊടി അത് വലിയ സ്പൂണിൽ ഇങ്ങനെ ലെവലാക്കി ഇട്ടെങ്കിൽ ചുമ വേണ്ട അതേപോലെ 1 ടീസ്പൂൺ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഫുള്ളായിട്ട് ജീരകത്തെ പൊടി പിന്നെ 1 ടീസ്പൂണ് നല്ല മുളക് പൊടി അതേപോലെ ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല ഇപ്പോൾ പൊടിയില്ല എനിക്കുണ്ടെങ്കിൽ ഇടി ചക്ക ലവങ്ക ഏലക്കി അതെല്ലാം ഇട്ടെങ്കൈത്ത് ഇടിയെ പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചുമ വേണ്ട തെല്ല് മഞ്ഞളുടെ പൊടി അതേപോലെ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഞങ്ങൾ ചിക്കനിಗೆ എത്ര ഉപ്പ് വേണോ ಅದಕ್ಕೆ വേണം എത്ര ഉപ്പ് പിന്നെ 3/4 കപ്പ് തൈര് വേണതാ 3/4 കപ്പ് തൈരും ಬಿತ್ತಿ കൊടുക്കറേ ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆಲ್ಲ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ ಅದೆಲ್ಲ വേണം അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ടെങ്കിത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എത്ര ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടെങ്കിത്ത് ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇഞ്ചും വെള്ളുള്ളി അപ്പോൾ ഇത് ഇത്ര എടുത്തതാണ് ഞാനിവിടെ ഇനിയിപ്പോൾ ഇതും ഞങ്ങൾ ഇതിലൊട്ടിക്ക് ഇട്ടിട്ട് നല്ല അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം ഇതാ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ തന്നെ ಬೇನುണ്ട് കണ്ണിಗೆ ബീത്തുള്ളൂ ഇപ്പോൾ തന്നെ ബീത്തിട്ടില്ല അതേ തൈരിൽ അരച്ചെടുത്തേ അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഏതിൽ ഞങ്ങൾ മസാല ആക്കറ അത് ആ പാത്രം വെച്ചിട്ട് ഞാനിപ്പോൾ നീരുള്ളി ഫ്രൈ ആക്കിയ ഓയിൽ ഉണ്ടല്ലേ അതേ ഓയിൽ എടുത്തേ ಬೇನೆ എത്ര ഓയിൽ ബീത്തിയുള്ളൂ അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ കട്ടാക്കി വെച്ച പൊട്ടാറ്റോ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കണം ഇതിൽ ഫസ്റ്റിಗೆ അതിൽ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ ചിക്കൻ ഇട്ടെങ്കിത്ത് ഒന്ന് മേലെಲ್ಲ ഒന്ന് തെല്ല് കളർ ചേഞ്ച് ആയിട്ട് വേണ്ടല്ലോ ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് ചുമ്മ നേരമല്ല ಬೇಗಮ್ಮೆ ಅವಡು അങ്ങനെ ഫ്രൈ പോലെ ആക്കിയിട്ട് ഇതിലൊട്ടിക്ക് ഞങ്ങൾ ചിക്കൻ ഇട്ടെങ്കിത്ത് അപ്പോൾ ഇത്ര മതിയോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊട്ടിക്കുമ്പോൾ ചിക്കനും ഇട്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ മസാല ഉണ്ടല്ലേ ആ മസാല ಇದಕ್ಕೆ ബീത്തണോ അപ്പോൾ മിക്സി ജാർ കലക്കിയിട്ട് ഒരു തെല്ല് തണ്ണി വേണം ബീത്തി കൊടുക്കും ചുമ തണ്ണി ബീത്തണ്ട അപ്പോൾ മസാല ഇതുപോലെ വേണം ഇത്ര ഗട്ടിയിൽ വേണം ഒരു തെല്ല് തണ്ണി കലക്കിയിട്ട് ബീത്തിര ചുമ തണ്ണി ബീത്തണ്ട അപ്പോൾ ഇത് നല്ല അടിമേലാക്കിയിട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇട്ടരല്ലേ അതേ ഉപ്പ് ಇದಕ್ಕೆ കറക്റ്റ് ആയിട്ടുണ്ടോ എക്സ്ട്രാ ഉപ്പ് എന്തും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നല്ല ഒന്ന് അടിമേലാക്കി ചന്ത അടിമേലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് വേപ്പാട്ടി എടുക്കണം ചിക്കന് അപ്പോൾ വേവുമ്പോൾ ഞങ്ങൾ ഇടയില നോക്കിയുള്ളൂ അടിക്ക് പിടിക്കാത്ത പോലെ നോക്കിയുള്ളൂ തന്നി എന്ത് ഞങ്ങൾ എക്സ്ട്രാ തന്നി ಬಿತ್ತಲ್ಲ ചിക്കൻ്റെ തണ്ണിയെല്ലാം ಬಿಡ್ರಲ್ಲೇ അപ്പോൾ അതിൽ ഞങ്ങൾ ಬೆಂದಿട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബിരിയാണിಗೆಲ್ಲ ഇങ്ങനെ ಬೇಪಟ್ರೆ അതുപോലെ മൂടി വയ്ക്കറേ ഇടയിൽ നച്ചുന്ന പോലെ ഇടയിൽ നോക്കിയുള്ളൂ
അടിമേലാക്കി ഇട്ട് കൊടുക്കണം. ഫസ്റ്റൊക്കെ തെല്ലിനാറ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ അപ്പോൾ ചിക്കൻ്റെ തന്നെയെല്ലാം കണ്ടല്ലെങ്കിൽ തന്നെയെല്ലാം പൊട്ടിട്ട് വേണ്ട അതിൽ പിന്നെ നിങ്ങൾ തീ ജോറാക്കിയിട്ട് വേക്കണ്ട. പിന്നെ തീ തെല്ല് ചെറിയാക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് നിങ്ങൾ ബേപ്പാട്ടി കഴിഞ്ഞിട്ട് വേഗമേ ആവും, ചുമ നേരം വേണ്ട. അപ്പോൾ ഇങ്ങനെ ബേക്കുമ്പം ചെന്ന പോലെ ഇടയിലെ നോക്കിയുള്ളൂ. അപ്പോൾ ഇതൂടെ ഞങ്ങൾ ചിക്കനെല്ലാം ഇപ്പോൾ വെന്തിട്ട് വന്നിട്ട് ഇത്രമേ ആവും. അപ്പോൾ ഇതോടെ ആയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ മസാല കൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് ഒന്നാക്കിയിട്ട് എടുക്കും. ചിക്കനെല്ലാം വെന്ത് ചിക്കനും പൊട്ടേറ്റോ എല്ലാം ഒരേപോലെ വേവിടും. പൊട്ടേറ്റോ എല്ലാം ചുമ വെന്തിട്ട് കളങ്ങടെ അങ്ങനെ ഇല്ല, ഞങ്ങൾ വലിയ വലിയ പീസാക്കരുത് കൊണ്ടിട്ടോ. അപ്പോൾ ചെന്ന പോലെ ചെറിയ ചെറിയ പൊട്ടേറ്റോ വേണ്ടല്ലോ അതുണ്ടെങ്കിൽ ഇടി ഇട്ടിങ് എത്ത് കട്ടാക്കണ്ട. അപ്പോൾ ഇതായിത്തൂടെ മസാല ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറാക്കിയിട്ട് എടുക്കാം. ചോറാക്കുമ്പോൾ തന്നി വെച്ചിരണൂടെ തന്നിതാ ഞങ്ങൾ നല്ല പയച്ചുകൊണ്ട് വന്നിട്ട് ഇതിലിട്ടിക്ക് ഞങ്ങൾ തെല്ല് ഗരം മസാല, തെല്ല് ഏലക്കി, ലവങ്ക, ചക്ക, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇടാം. ഞാൻ ഇപ്പോൾ ബേ ലീഫ് ഇട്ടിട്ടില്ല. പിന്നെ ഉപ്പ് ടേസ്റ്റ് വേണം എത്ര ചോറുക്ക് വേണം എത്ര ഉപ്പ് തെല്ല ഓയിലും വിറ്റിട്ട് ഞങ്ങൾ ചോറ് ഞങ്ങൾ സാധാരണ ബസ്മതി അരിയുടെ ചോറെല്ലാം അങ്ങനെ ആക്കി എടുക്കുക അതുപോലെ ആക്കി കഴിത്ത്. അപ്പോൾ അരഗಂಟೆ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിപ്പയിലിട്ട് വെച്ചിരുന്നേ. അപ്പോൾ ഇത് ഇട്ടിട്ട് ചുമ ಬೇವು ತೀರಾ ഒരു 80% ಎಲ್ಲ ಬೆಂದಿಂಗ್ ಮೇಯವು ಹಂಗೆ ಬೆಂದಿಟ್ಟು ഇങ്ങനെ കലങ്ങോ തീരാ. അപ്പോൾ ഇത് എല്ലാവരും ഗൊന്തുണ്ടല്ലേ അങ്ങനെ സാധാരണ ಬೇಗമേ ആവും ചോറ്, ചുമ നേരൊന്നും ഇല്ല. അപ്പോൾ ഇതോടെ ಬೇവട്ട് അപ്പോൾ ചോറ് കൂടെ ഇതായിര് ಬೆಂದಿರಿದು എടുக்கிறேன். நான் சின்ன പോലെ ചുമ ಬೆಂದಿട്ട് പോണತೀರಾ നോക്കിയുള്ളൂ. ഇപ്പോൾ മന്തിക്ക് ബിരിയാണിക്കെല്ലാം ഇങ്ങനെ എടുക്കുക അതേ ഒരു അന്തച്ചിൽ എടുക്കുന്നുണ്ടെങ്ക. അപ്പോൾ ഇത് എടുത്തിട്ട് എന്താ ഒരു സ്ട്രൈനർക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പമേ ചൂടോടുമേ നിങ്ങൾ ദം ഇട്ടും കഴിത്ത് ചുമ നേരം ಬೇಯ್ಕೊಂಡಿട്ടില്ല. അപ്പമേ ഞങ്ങൾ എടുത്തിട്ട് ദം ഇടണം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞങ്ങൾ റെഡിയാക്കി വെച്ചത്. ഇതിൽ ചിക്കൻ്റെ ഞങ്ങൾ തെല്ല് ചിക്കൻ എടുത്ത് വെക്കണം. ഒരു പാതി ചിക്കൻ ഞങ്ങൾ ചിക്കൻ പീസും അതേപോലെ തെല്ല് മസാലയോട് കൂടെ ആ ഒരു പൊട്ടാറ്റോ പീസ് അതെല്ലാം തെല്ല് ഞങ്ങൾ ഒരു പാതി ഞങ്ങൾ എടുത്ത് വയ്ക്കുക. മസാല ചെന്നെ ഞങ്ങൾ ರಾಯತ್ತೆ ഞങ്ങൾ ബിരിയാണി എല്ലാം ആക്കാറില്ല. അതിൻ്റെ മസാല പോലെയല്ല ഞങ്ങൾ മന്തിയും അല്ല ബിരിയാണിയും അല്ല അതിൽ ഇടയ്ക്കുള്ളൊരു റൈസ് അണിച്ചുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറായിട്ടിരിക്കുന്നത്. ഇതിൽ പാതി എടുക്കുകയാണ്, പാതി എടുത്തേ. അപ്പോൾ ഇനി ബാക്കി ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി ചോറുണ്ടല്ലേ ചോറ് ഞങ്ങൾ മുക്കാൽ ഭാഗം ചോറ് ഇതിൽ ഞങ്ങൾ മേൽക്കിട്ട് കൊടുക്കണം. ഒരു കാൽ ഭാഗം വെച്ചിട്ട് മുക്കാൽ ഭാഗം ചോറ് ഇട്ട് കൊടുക്കറേ. അപ്പോൾ മുക്കാൽ ഭാഗം ചോറിട്ട് കൊടുത്തേ. അതിൽ പിന്നെ അതിന് മേൽക്ക് ഇതുപോലെ മസാല ഞങ്ങൾ എടുത്ത് വെച്ച മസാല ഉണ്ടല്ലേ അത് ഇട്ട് കൊടുത്തേ. ഇട്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള ചോറും ഇതിന് മേൽക്ക് ഇടണം. ഇട്ടിട്ട് ഞങ്ങൾ ഇതിന് മേൽക്ക് ഞങ്ങൾ ഗാർണിഷിക്ക് ഞങ്ങൾ വെച്ച നീരുള്ളി ഉണ്ടല്ലേ നീരുള്ളി ഇതിന് മേൽക്ക് ഇട്ട് കൊടുത്ത് കഴിത്ത്. അപ്പോൾ നീരുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നീരുള്ളി ഇത് കൊറടെ ആക്കോತೀರಾ ತಿಲ್ಲಿ ಆರಮೇ ಬೇನ್ ನೀರುಳ್ಳಿ ഞങ്ങൾ ഇപ്പോൾ സാധാ ബിരിയാണിಗೆಲ್ಲ ചുമ ഇടില്ല. അപ്പോൾ ಇದಕ್ಕೆ ഇതുപോലെ ഇടുമ്പോൾ ತಿಲ್ಲಿ 6 ಬೇನ್ ನೀರುಳ್ಳಿ. പിന്നെ ഇതിന് മേൽക്ക് ഞങ്ങൾ ತಿಲ್ಲಿ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟು കൊടുക്കുക. ചുമ വേണ്ട പുതിന അതിൻ്റെ ಬೇನುಂಟಿಲ್ಲ. നട്ട്സ് ഇട്ടെങ്കിൽ നട്ട്സ് ഇടുക, കാഷ്യൂ ബദാം എല്ലാം ഇട്ടെങ്കിൽ അതും ആവും. പിന്നെ തിಲ್ಲಿ സാഫ്രോൺ കളറും ಬಿಟ್ಟು കൊടുക്കുക. അപ്പോൾ സാഫ്രോൺ ഒന്നും കണ്ടെങ്കിൽ തിಲ್ಲಿ ചൂട് തണ്ണിൽ നനച്ചിട്ടിട്ട് അത് ഇതിന് മേൽക്ക് ಬಿಟ್ಟಿങ്ങೈತೆ. അപ്പോൾ സാഫ്രോണിൻ്റെ ഫ്ലേവറും കിട്ടുക അങ്ങനെ ಬೇನುಂಟೆ അങ്ങനെയൊക്കെ ഞാനിപ്പോൾ കളർ ಬಿಟ್ಟು കൊടുക്കുക സാഫ്രോൺ കളർ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിന് മേൽക്ക് തിಲ್ಲಿ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് പിന്നെ സ്മോക്കി ഫ്ലേവർ കിട്ടുക വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തുവാട്ടി അതും വയ്ക്കണം. ഇതെല്ലാം ഓയിൽ വിത്ത് കൊടുക്കുക. ഓയിൽ അതെല്ലാം ഇങ്ങനെ നെയ്യായതും മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് അരഗಂಟೆ ഞങ്ങൾ ഇത് ദമ്മാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചെങ്കിട്ട് തീ കൂട്ടി വയ്ക്കണം. ലോ ഫ്ലെയിമിൽ ഒരു അരഗಂಟೆ മേയാവും, അരഗಂಟೆ ദമ്മാക്കി കഴിത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ ചിലപ്പോൾ തീ ജോറായെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഇരിക്കും. അപ്പോൾ അത് കൊണ്ടിട്ട് തീ നോക്കിയുള്ളവരോ പിന്നെ ഇതുപോലത്തെ മൂടി എനിക്കണ്ടേ അതിൽ ഹോൾ ഉണ്ടല്ലോ ആ ഹോളൊന്നും ഇങ്ങനെ ബന്ധാക്കി കൊടുത്ത് കഴിത്ത്. അപ്പോൾ ഇതോടെ ഒരു അരഗಂಟೆ ദമ്മായിര് ഇനിയിപ്പോൾ എടുക്കുക. ദമ്മായിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം വെച്ചിട്ട് അങ്ങനെ പിന്നെ ഓപ്പൺ ആക്കറെങ്കിൽ നല്ലേ ദമ്മ ഞങ്ങൾ ഓഫ് ആക്കറില്ല. ഓഫ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയും കഴിത്ത്. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നോക്കിയാറല്ലേ ഇതിൻ്റെ ഞങ്ങൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ജുർബിയൻ റൈസ് അതല്ലെങ്കിൽ ജുർബിയൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട്. ഇത് യമനി സ്റ്റൈലുള്ളൊരു ബിരിയാണി യമൻ്റെ ബിരിയാണി ആയിട്ടിട്ട് ഞങ്ങളെ ബിരിയാണിൻ്റെ ടേസ്റ്റുള്ള പിന്നെ മന്തിയുടെ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് ഇത്. അപ്പോൾ ഇതിൽ റൈസ് നിങ്ങൾ കണ്ടല്ലേ റൈസ് ചോറെല്ലാം വെന്തിട്ട് ഇങ്ങനെ ചുമ ಬೇವು തീരാ എല്ലാം ഇങ്ങനെ ചോറ് ಬೇರೆ ಬೇರೆ നിൽക്കണം. മന്തിയുടെ ചോറ് പോലെ ഇങ്ങനെ ചോറെല്ലാം ഇങ്ങനെ മുദ്ദ വന്നിട്ട് എല്ലാം ഇങ്ങനെ ಬೇರೆ ಬೇರೆ ചോറ് നിൽക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൽ ചിക്കൻ പീസെല്ലാം എടുത്തിട്ട് ചോറെല്ലാം ഒട്ടിಗೆ ഒന്ന് മിക്സ് ആക്കറിങ്ങ മിക്സ് ആക്കുക. അപ്പോൾ ഇത് ആക്കിയതും നോക്കിയാറല്ലേ ഇത് ആക്കുക ചുമ സോറല്ല ഞങ്ങൾ ബിരിയാണിൻ്റെ എത്ര സോറയില്ല ഇത് ಬೇಗ ഞങ്ങൾ ആക്കിയെടുക്കുക നല്ല ഈസി ആയിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ಇದಕ್ಕೆ സൈഡായിട്ട് കൂട്ടവും ഞങ്ങൾ മന്തിര ചട്നി ആക്കിയും കഴിത്ത്. ചട്നി ഞാൻ ഇതിൽ കാട്ടിയിട്ടില്ല കുറേ മുന്നിലുള്ള വീഡിയോസിലെല്ലാം ഞാൻ കാട്ടിയതാണ്. അപ്പോൾ ചട്നി അതല്ലെങ്കിൽ ಬೇರೆ എന്തെങ്കിലും ആക്കറിങ്ങ ಬೇರೆ ആക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഈ വില പെരുന്നാൾക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചോറ് എത്ര ഉണ്ടെങ്കിൽ ഒരു മടുപ്പ് പണില്ല നിങ്ങൾ പിന്നെ ഉണ്ണാണ്ടാവും ആ ഒരു ടേസ്റ്റിലുള്ള ചോറ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ആക്കണം. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.